ഹരേ കൃഷ്ണ. വിഷ്ണുപ്രീതിക്ക് ഉത്തമമാണ് ഏകാദശി വ്രതം. ഏകാദശി വ്രതത്തിൻ്റെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജംഗൻ. താലജംഗൻ്റെ മകനാണ് മുരൻ. ഇവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രൻ്റെ സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ദേവന്മാർ മഹാദേവനിൽ അഭയം പ്രാപിച്ചു. മഹാദേവൻ ദേവന്മാരെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് അയച്ചു. ദേവന്മാരുടെ സങ്കടം കേട്ട മഹാവിഷ്ണുവിൽ നിന്ന് ഒരു ദേവി ഉദ്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസമായതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന പേര് വന്നു. ദേവി അസുരന്മാരെ വധിച്ചു. ഇതിൽ സംതൃപ്തനായ മഹാവിഷ്ണു ദേവിക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ദേവി ഇപ്രകാരം മറുപടി പറഞ്ഞു: എൻ്റെ പേരിൽ ഒരു വ്രതമുണ്ടാകണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടാകുന്നത്. പൂർണ്ണഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. വർഷത്തിൽ 24 25 ഏകാദശി വ്രതങ്ങൾ ഉണ്ടാകും. ഏകാദശി വ്രതം ആരംഭിക്കേണ്ടത് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം മുതലാണ്. ഈ ദിവസങ്ങളിൽ നിലത്തു കിടന്നുറങ്ങുന്നതാണ് ഉത്തമം. വിഷ്ണു സഹസ്രനാമം, നാരായണീയം തുടങ്ങിയ കീർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ ചൊല്ലുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതും ഉത്തമമാണ്. വ്രതനാളിൽ അരിഭക്ഷണം പാടില്ല. പഴങ്ങളും ഗോതമ്പും കഴിക്കാം. പകലുറക്കം ഒഴിവാക്കണം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 4 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. ഭഗവാന് തൃക്കൈവെണ്ണ, പാൽപായസം, തുളസിമാല തുടങ്ങിയവ സമർപ്പിച്ചാൽ ഫലം ഇരട്ടിക്കും. ഏകാദശി വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ശത്രുനാശം, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, രോഗശാന്തി, കുടുംബൈശ്വര്യം എന്നിവയാണ് ഫലം. ഏകാദശിയുടെ പിറ്റേ ദിവസം, അതായത് ദ്വാദശി നാൾ, കുളിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. അതിന് കഴിയാത്തവർക്ക് തുളസിയിലിട്ട വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ.